അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. മോർണിംഗ് വാക്ക് ടു ക്രൈസ്റ്റ് ത്രൂ പണി കഴിയാത്ത അപ്പാർട്ട്മെൻറ്റ്സ്, അതൊക്കെ തിരിച്ചു കിട്ടുമോ കാണികൾക്ക്? മിസ്സിംഗ് വ്ലോഗ്സ് വിത്ത് സിംഗ്. അതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വ്ലോഗാക്കിയത്. കാര്യം എൻ്റെ പല വ്ലോഗ്സും ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പോഴത്തെ വ്യൂസിൻ്റെ 4-5 ഇരട്ടി വ്യൂസുള്ള വ്ലോഗ്സ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. കാര്യം എന്താ, ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ പയ്യന്മാർ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇന്ന് ട്യൂസ്ഡേ ചില്ലിങ് ഇൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. ഞങ്ങൾ ഭയങ്കര ചില്ലിങ് ആണ്. ആഷ്ലെ കണ്ടില്ലേ, കുറേ സ്ഥലങ്ങളിൽ പോകുന്നു, കുറേ ഫുഡ് കഴിക്കുന്നു. ബ്ലഷ് ചെയ്യല്ലേ, ഒരു ചിക്കൻ എക്സ്ട്രാ വാങ്ങിച്ചു. കുന്തമല്ല, കൂന്തൽ. അഫ്ഗാനി നന്നായിട്ടുണ്ട്. ഒട്ടപ്പ് കണ്ടോടാ, ഈജിപ്ഷ്യൻ ബദാമി. ഞാനും നിർമ്മൽ സിംഗും തമ്മിലുള്ള കെമിസ്ട്രി. ഫുഡ് ഒക്കെ കഴിഞ്ഞ് സിംഗ് വന്നു. സിംഗിന് എന്നാ പരിപാടി? പാർക്ക്. കപ്പിളുണ്ടോ? ഗേൾഫ്രണ്ട് ഉണ്ടോ? ഉണ്ടോ? പാർക്കിലിരിക്കല്ലേ? അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കൊച്ചിനോട് ചോദിക്കല്ലേ, will you be my girlfriend? ഒരു മലയാളി പഞ്ചാബി കെമിസ്ട്രി. സിംഗ് പഞ്ചാബി ഒന്നും അല്ല കേട്ടോ, സിംഗ് എന്ന് പേരുള്ള അവൻ പഞ്ചാബ് കണ്ടിട്ട് പോലും ഇല്ല, അത് വേറെ തമിഴനാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കുറേ കോമഡി കാര്യങ്ങൾ, കുറേ കോമഡി ടൈമിങ്സ്, കുറേ തമാശകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഞാനിത് വ്ലോഗാക്കിയത് എനിക്കതിൽ നിന്ന് പൈസ കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനോ എനിക്ക് വ്യൂസ് കൂടാനോ വേണ്ടി ഒന്നും അല്ലായിരുന്നു. എനിക്കൊരു 5-6-7-8 കൊല്ലം കഴിഞ്ഞ് എൻ്റെ ഭാര്യയും പിള്ളേരെയും എൻ്റെ വീട്ടുകാരെയൊക്കെ കാണിക്കാൻ, താണ്ട് ഇങ്ങനെയായിരുന്നു അച്ഛൻ്റെ അന്നത്തെ കാലം, ഇങ്ങനെയായിരുന്നു ഭാര്യയെ അച്ഛൻ അന്ന് ജീവിച്ചിരുന്നത്, ഇങ്ങനെയായിരുന്നു മോനെ അച്ഛൻ്റെ പോക്ക് കാര്യങ്ങൾ, ഇത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ വ്ളോഗ്സ് ചെയ്യാമെന്ന് വെച്ചാൽ. അല്ലാണ്ട് എനിക്കതിനകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ എനിക്കൊരു കുറച്ച് പബ്ലിസിറ്റി, ഫെയിം ഇതിൻ്റെ പുറകെ പോയൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ വ്ളോഗ് ഇട്ട് ഈ പറയുന്ന ഡെയിലി വ്ളോഗ് സീരീസ് ഇട്ട് തുടങ്ങി. ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ 10,000 വ്യൂസ്. അതായത് ഈ 20-25 മിനിറ്റുള്ള വ്ളോഗ്സിനൊക്കെ എൻ്റെ മിനിമം 5,000-6,000 വ്യൂസ് ഉണ്ടായിരുന്നു. കാര്യം ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. പിന്നെ എൻ്റെ അന്നത്തെ സംസാരങ്ങൾ കുറച്ചും കൂടെ നല്ലതായിരുന്നു. കാര്യം ഇപ്പം മോശമായ നല്ല പറയുന്നത് കേട്ടോ. കാര്യം ഈ പറയുന്ന പോലെ ഞാൻ ഒന്ന് ഡാ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പൊടാ എന്ന് പറയാൻ ഇവിടുന്ന് നിർമ്മൽ സിംഗും ഈ പറയുന്ന കൃഷ്ണനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കിവിടെ ഫ്രണ്ട്സുമായിട്ടൊന്നും അല്ല നടക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ കുറേ പരിമിതികളും ലിമിറ്റേഷൻസും ഉണ്ട്. ഈ വ്ളോഗ്സ് ഒന്നും തിരിച്ചു കിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോയി ആ വ്ളോഗ്സ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. ആ രസം നിങ്ങൾക്ക് പിടിച്ച് തന്നെ ഇരിക്കും. രസം മാറാനും ഒന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ വ്ളോഗ് കാണാറുണ്ട്, നല്ല രസമാണ്. ഞാൻ ബോറടിച്ച് ബാത്റൂമിലൊക്കെ പോകുന്ന നേരം എൻ്റെ വ്ളോഗ് തന്നെ ഇരുന്ന് കാണുന്നത്. ഞാൻ വേറെ ആരുടെ വ്ളോഗൊന്നും അങ്ങനെ അധികം കാണാറില്ല. അടുത്ത ചോദ്യം ഇടുക്കിയിൽ നിന്ന് ജോസ് മോൻ. ക്യാൻ മണി ബൈ ഹാപ്പിനെസ്? വളരെ രണ്ട് സൈഡുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻ ഇതിനെ എതിർക്കുന്നവരുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ സ്ട്രിക്ട്ലി എൻ്റെ ഒരു അഭിപ്രായം പറയാം. അക്കോർഡിംഗ് ടു മീ, മണി ഡെഫിനറ്റ്ലി ക്യാൻ ബൈ ഹാപ്പിനെസ്, ബട്ട് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മെറ്റീരിയലിസ്റ്റിക് നീഡാണെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് ആണെങ്കിൽ പോലും ഒരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. ഇപ്പം പല ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾക്ക് പോയ മനസ്സിലും സർജറീസിനൊക്കെ എന്തോരം പൈസ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതിന് ഇൻഷുറൻസ് അടയ്ക്കണം. അതല്ല ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ UAE ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ എക്സ്പെൻസീവ് ആണ്. അപ്പം നിങ്ങളുടെ ആരോഗ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ഫിലോസഫേഴ്സ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമല്ലോ, ഇങ്ങനെ പൈസയല്ല നമുക്ക് മറ്റേ എറ്റേണൽ, മറ്റേ പീസ് ഓഫ് മറ്റേത് അത് ഇത്, അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാശുണ്ടെങ്കിലേ നിങ്ങൾക്ക് കാശുണ്ടെങ്കിലേ നിങ്ങളിലൊരു ആ ഒരു എനർജി വരത്തുള്ളൂ. കാര്യം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിലയും കാണില്ല എന്നുള്ളത്. ഒബ്വിയസ്ലി നിങ്ങളുടെ സ്വഭാവം നല്ലതായിരിക്കണം, ഒരു ജെന്റിൽമാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ത്രീയോ നല്ലൊരു പുരുഷനായിരിക്കണം. അതൊക്കെ ശരി തന്നെ, അതൊക്കെ വേറെ, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ പൈസ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഇൻകം ജനറേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുക, പോയി നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് നെവർ ഡു ഇറ്റ് ഫോർ ഫ്രീ.
ഞാൻ എല്ലാവരോടും എനിക്ക് അറിയുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാമെങ്കിലോ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിലോ ഇപ്പോൾ ഒരു സേവനത്തിന് വേണ്ടി ചെയ്യുന്നത് പ്രശ്നമില്ല. പക്ഷേ അതല്ലാണ്ട് ഒരു ഇവൻറ്റിനൊക്കെ വിളിക്കുകയെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളത് പെയ്ഡാക്കുക. കാര്യം നിങ്ങളെ ആ ജോലിക്ക് കൊള്ളാം എന്ന് വിചാരിച്ചാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി അതിൻ്റെ റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ വാങ്ങുക. ഇപ്പം ഞാൻ എൻ്റെ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്താ പറയുക, ഒരു ലിമിറ്റ് വരെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, മണി അക്കോർഡിംഗ് ടു മീ മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. മറ്റേ ഇത് എക്സ്ക്ലമേറ്റ് എന്തോ ഇതിന് പറയുന്ന ക്യാമറമാൻ ഡബിൾ ഇൻവേർട്ടഡ് മറ്റേ ഇതിൽ പറയുകയാണ്, അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ തവണ വന്ന ചോദ്യമാണ് ഈ പറയുന്ന ആർ യു എൻ എയ്ത്തിസ്റ്റ് ഓർ എ ബിലീവർ. അപ്പോൾ ഇതിനും എനിക്ക് പറയാനുള്ളത് ഞാനൊരു 121% ബിലീവറാണ്. ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. അതിപ്പം ഇന്ന ദൈവമെന്നില്ല. ഞാൻ ദൈവം എന്ന് പറയുന്ന ഒരു എനർജി, ഒരു ശക്തി, ഒരു ഫീൽ, അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഞാൻ ഒന്ന് ആലോചിക്കും, ഒന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ എന്ത് കാര്യം ചെയ്തതിന് ശേഷമാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും ആ ചെയ്തതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വരണമെന്ന്. അപ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് അറിയാവുന്നവരോടും പറയുന്നത് ഒരു കാര്യമാണ്, ഇപ്പം ദൈവം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരാളെ പ്രാർത്ഥിക്കണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു എനർജി, ഒരു സോഴ്സ്, അതിനെ നിങ്ങൾ വിശ്വസിക്കുക. കാര്യം ലൈഫിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യം, നമ്മൾ തന്നെ എല്ലാം വി ആർ ദ എല്ലാം എന്നുള്ള ഒരു ഫീലിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞ് എന്തിനെങ്കിലും ഒന്ന് വിശ്വസിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് വൺസ്, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ബിലീവറാണ്. താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു ഫോർമുലയല്ല എൻ്റെത്. താൻ 10 ദൈവം 90 എൻ്റെ ഒരു ഫോർമുല. ദൈവാനുഗ്രഹം, ടച്ച് വുഡ്, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകുന്നത്. എല്ലാം സർവം ദൈവമയം. അടുത്ത ചോദ്യം, കട്ടപ്പന വേണ്ട ഇത്തവണ ഒരു വെറൈറ്റിക്ക്. തമ്പാനൂരിൽ നിന്ന് സിന്ധു. ഡു യു ഗെറ്റ് ആംഗ്രി എവർ? ഐ ഡിഡ്ന്റ് സീ ഇറ്റ് ഇൻ യുവർ യൂട്യൂബ് ചാനൽ. ഇതൊക്കെ അനോണിമസ് ആണ് കേട്ടോ. അപ്പോൾ ദേഷ്യം, വാശി, സ്നേഹം, പ്രേമം, സഹതാപം, സന്തോഷം, സങ്കടം, ഇതെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ്. എനിക്ക് ഒരു സ്പെഷ്യൽ ഇതുമില്ല. ഞാൻ ദേഷ്യപ്പെടില്ല. ഞാൻ മറ്റേ മഹാത്മാഗാന്ധിയെ പോലെ ഒരു കരണം കാണിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന ഫോർമുല അങ്ങനെയൊന്നുമില്ല. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. ഞാൻ അറിഞ്ഞാണെങ്കിലും അറിയാണ്ടാണെങ്കിലും ആരെയും ഉപദ്രവിക്കാറില്ല. ഫിസിക്കലി ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വന്നാൽ 1-2 തവണ വന്നു കഴിഞ്ഞാൽ പോവും. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലൊക്കെ മറ്റേ ഒരു വീഡിയോ ഭയങ്കര വൈറലായല്ലോ. നമ്മളായിട്ട് ആരെയും ഒന്നും ചെയ്യാൻ പോകത്തില്ല. പക്ഷേ എന്നെ ആരെങ്കിലും എൻ്റെ മെൻ്റൽ പീസിനെ, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെയോ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയും. അത് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ഇതാണ്. അതിപ്പം ഒബ്വിയസ്ലി ആ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ മനുഷ്യനായതുകൊണ്ട് ഞാൻ പടച്ചു വിടുന്ന വികാരമൊന്നുമല്ല ഇത് എല്ലാവർക്കും ഉള്ള വികാരം തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. എത്രത്തോളം നമ്മളത് ഉള്ളിൽ ഒതുക്കുന്നു, എത്രത്തോളം നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഞാൻ എക്സ്പ്രസ് ചെയ്യും. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് അറിയാവുന്ന ഒരു കൂട്ടത്തിലൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പുതിയതായിട്ട് കാണുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റിലോ ചെന്ന് ഞാൻ ബഹളമോ ദേഷ്യമൊന്നും വെക്കത്തില്ല. എൻ്റെ കംഫർട്ട് സോണിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ദേഷ്യം വെക്കും, ബഹളം വെക്കും. പക്ഷേ എന്നെ അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ ഇപ്പം ഈ 9:50 ദേഷ്യപ്പെട്ടാൽ 9:52 ആകുമ്പോൾ സോറി വിട്ടുകളാന്ന് പറയും. ഞാൻ മനസ്സിൽ വയ്ക്കുന്ന ഒരാളല്ല. യെസ്. കുക്കിംഗ് അറിയാമോ? കുക്കിംഗ് അറിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ പണി കിട്ടും. ഇതൊന്നെങ്കിൽ എന്നെ ഭാവി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. രണ്ടാണെങ്കിലും എനിക്ക് കുക്കിംഗ് നല്ലപോലെ അറിയത്തില്ല. കുക്കിങ്ങേ അറിയത്തില്ല. കഴിച്ച് സഹായിക്കുമെന്നല്ലാണ്ട് ഞാൻ അടുക്കളയിൽ കയറും. കുക്കിംഗ് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മെയിൻ പ്രശ്നം എന്തെന്നറിയോ? എനിക്ക് ഗ്യാസ് ഓൺ ചെയ്യുന്ന പേടിയാണ്. എനിക്ക് ഇൻഡക്ഷൻ കുക്കർ ഞെക്കുന്ന പേടിയാണ്. എനിക്ക് തീ ബന്ധപ്പെട്ട കാര്യങ്ങൾ പേടിയാണ്. ഇപ്പം നമുക്കൊരു മിൽക്ക് ഷേക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഈ അധികം കട്ടിങ്ങും ഷേവിങ്ങും ഒന്നും ഇല്ലാത്ത സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് കുക്കിംഗ് പഠിച്ചാൽ കൊള്ളാമെന്ന് ഇപ്പോൾ ഒരു തോന്നലുണ്ട്. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ കഞ്ഞികൂടി മുട്ടുമെന്നുള്ളൊരു പേടി കൊണ്ടും, പിന്നെ സ്വിഗ്ഗി ഉള്ളത് ഒരു പോസിറ്റീവ് സൈഡാണ്. എന്നാലും എന്താ പറയുക, അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റുന്ന റെസിപ്പീസും കാര്യങ്ങളും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
അപ്പോൾ എന്നെ കുക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, എന്നെ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക. പ്ലസ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഡിഷ് ഞാൻ 120% എൻ്റെ ചാനലിൽ ഇട്ടിരിക്കും. ഞാൻ ഫസ്റ്റ് കുക്ക് ചെയ്യുന്നൊരു സാധനം, അതായത് ഫ്രം കട്ടിങ് ടു മേക്കിംഗ് ടു സെർവിങ്, ഇത്രയും സാധനം ഞാൻ ഒരു എപ്പിസോഡായിട്ട് നിങ്ങളെല്ലാം കാണിച്ചിരിക്കും. കാര്യം എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ പുച്ഛിക്കും, നിനക്ക് കുക്കിംഗ് അറിയത്തില്ല, നിനക്ക് കുക്കിംഗ് അറിയത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കും ഞാൻ. പക്ഷേ പഠിക്കാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക്, ആ മനസ്സ് മതി. യെസ് ബ്രോ, അഡ്മിഷൻസ് പ്രീമിയം കോളേജസ് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം ഇതും എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ വർഷങ്ങളായിട്ട് അഡ്മിഷൻസ് ചെയ്യുന്ന ഒരാളാണ്. ഈ പറയുന്ന പോലെ ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, മാംഗ്ലൂർ, കൊച്ചി, ഗുരുവായൂരില്ല കൊച്ചി, ഇവിടെയൊക്കെ നമ്മൾ അഡ്മിഷൻസ് ചെയ്യും. നമ്മൾ UG PG സീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും. എല്ലാ കോളേജസിലും, ഒരുവിധം എല്ലാ കോളേജിലും ചെയ്യും. ഈ പറയുന്ന ഗവൺമെൻറ് ബന്ധപ്പെട്ട കോളേജ് അല്ലാത്ത ബാക്കി കോളേജുകളൊക്കെ ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രീമിയം കോളേജ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നാണ്. ഡെഫിനറ്റ്ലി അങ്ങനെയല്ല, ഞാൻ എല്ലാ കോളേജസും ചെയ്യും. പക്ഷേ പ്രീമിയം കോളേജാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ടോപ്പ് B സ്കൂൾസ് ആണെങ്കിലും, ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണെങ്കിലും, ടോപ്പ് മെഡിക്കൽ കോളേജസ് ആണെങ്കിലും, നല്ല ഈ പറയുന്ന അക്രഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല എല്ലാ രീതിയിലുള്ള ആക്സെപ്റ്റൻസും ഉള്ള യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഈ കണാകുണ കോളേജുകൾ അങ്ങനെ തീരെ മോശമായിട്ടുള്ള കോളേജുകൾ ചെയ്യത്തില്ല. പക്ഷേ നല്ല എല്ലാ കോളേജസും ഞാൻ ചെയ്യും. ഞാൻ അങ്ങനെയുള്ള കോളേജസ് മാത്രമേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി ദേവിയാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ മാക്സിമം നല്ല പോലെ നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ ഇസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളും പൈസ മുടക്കുന്നു, നിങ്ങളൊരു ഡിഗ്രി എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു മാസ്റ്റേഴ്സ് എടുക്കുന്നു, നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. ആൾക്കാർ ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമാണ്, +2 കഴിഞ്ഞ് ബിസിനസ് തുടങ്ങി അടിച്ചു പൊളിച്ച് നല്ല പൈസയൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വേണം. ഒബ്വിയസ്ലി ബിസിനസ് തുടങ്ങിയാൽ പോലും, ഈ +2 കഴിഞ്ഞ് ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ പോലും പിന്നെ ഓരോരോ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലേറ്റർ സ്റ്റേജിലാണെങ്കിലും നിങ്ങൾ എഡ്യൂക്കേഷനിൽ നിങ്ങൾ പൈസ മുടക്കണം. കാര്യം അത് നിങ്ങൾ പൊളിച്ചു പോകുന്ന ഒരു സബ്സ്റ്റൻസ് ഒന്നുമല്ല. നിങ്ങൾ അത് നിൽക്കുന്നത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല കോഴ്സുകൾ ചെയ്യുക. ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്, അതെല്ലാം ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് UG PG എല്ലാം ഞാൻ എടുത്തു തരാം. എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത അക്കാഡമിക് ഇയറായി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നല്ല രീതിയിൽ നമുക്ക് എടുത്തു തരാം. അതൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതിനാണ് ചേട്ടനിവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു 5-6-7 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഇനി ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞാൻ സോർട്ട് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ പറയണമെന്ന് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരു റൗണ്ടും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. ഞാൻ ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് മോശമാണ്. നിങ്ങൾ നന്നായി വരും എൻ്റെ ചാനൽ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ നന്നായി വരും. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ നന്നായി വരും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറയുന്ന പോലെ ചേട്ടൻ്റെ മോനും ചേച്ചിയുടെ മോക്കും അമ്മായിയുടെ മോനും അമ്മാവിൻ്റെ മോക്കും ഒക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക. നമുക്ക് ഈ ഫാമിലി വലുതാക്കണം, എന്നാലേ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പോക്കറ്റില്ല, കണ്ടോ, പൈസ ഇപ്പം ഇതിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് പോക്കറ്റില്ല. ഇനി പൈസ വരുമ്പോൾ പോക്കറ്റുള്ള ഷർട്ടൊക്കെ വാങ്ങും. അപ്പം അതുകൊണ്ട് നമ്മുടെ ചാനൽ വളർത്തുക. അത് എൻ്റെയും ഡ്യൂട്ടിയാണ്, നിങ്ങളുടെയും ഡ്യൂട്ടിയാണ്. കാര്യം നിങ്ങൾക്ക് ബോറിംഗ് അല്ലാത്ത നല്ല കണ്ടൻസ് കൊണ്ടുവരണമെങ്കിൽ നമ്മളിതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് നമ്മളുടെ രീതി. പൃഥ്വിരാജ് സുപ്രിയ ഫിലിം ഹൗസ് പോലെയാണ്. എൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ വലിയ ചാനലുകൾ തുടങ്ങാൻ പറ്റട്ടെ. ഈ പറയുന്ന പോലെ സിൽവർ ബട്ടനും ഗോൾഡ് ബട്ടനും ഡയമണ്ട് ബട്ടനും ഒക്കെ എനിക്ക് കിട്ടട്ടെ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ നല്ലതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒക്കെ നടക്കുന്നേ, എൻ്റെ സ്വപ്നവും തൻ്റെ സ്വപ്നം ഒക്കെ നടക്കും.